ഉദാഹരണത്തിന് ഈ കത്രിക വയറ്റിൽ കുടുങ്ങിയ സംഭവം നിസ്സാരമായ വീഴ്ചകൾ എന്ന് അവര് പറയുന്ന, എന്നാൽ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം നിസ്സാരമല്ലാത്ത പല വീഴ്ചകളും ഇതിനിടയിൽ സംഭവിച്ചിട്ടുണ്ട്. അത് വീഴ്ചകൾ സംഭവിച്ചതല്ല, അതിനോട് അവർ സ്വീകരിച്ച നയസമീപനങ്ങളാണ് പലപ്പോഴും പ്രശ്നമായിട്ട് തോന്നിയിട്ടുള്ളത്. ഓരോ കാര്യം ഓരോ വിഷയങ്ങൾ ഉണ്ടാകുമ്പോഴും ഏത് രീതിയിലാണ് അത് കൈകാര്യം ചെയ്യുന്നത് എന്നതാണ്. കേരളത്തിലുള്ള ഒരു ആരോഗ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട് ഒരു പരാതികൾ ഉണ്ടായാൽ, അല്ലെങ്കിൽ ആരോഗ്യ വകുപ്പുമായി ഒരു പരാതികൾ ഉണ്ടായാൽ, ആ പരാതികൾ പരിശോധിച്ച് നടപടിയെടുക്കുക എന്നുള്ളതാണ് പ്രാഥമികമായി ചെയ്യേണ്ട കാര്യം. ആ പരാതിയിൽ കഴമ്പുണ്ടെങ്കിൽ അത് അന്വേഷിക്കുകയും വേണ്ട നടപടികൾ ക്രമങ്ങൾ ചെയ്യുകയും ചെയ്യുക എന്നുള്ളത്. പക്ഷെ ഇവിടെ ഈ ഒരു സ്ത്രീയുടെ സർജറിയുമായി ബന്ധപ്പെട്ട് ഓപ്പറേഷനിൽ കത്രിക വയറ്റിൽ കുടുങ്ങിയ സംഭവത്തിലും മറ്റു ചികിത്സാ പിഴവുകളിലും ഇത്തരം നടപടികൾ ഉണ്ടാവുന്നില്ല എന്ന് മാത്രമല്ല, അവർ പരസ്യമായി പ്രതിഷേധങ്ങളും സമരങ്ങളും നടത്തിയതിനു ശേഷമാണ് എന്തെങ്കിലും കാര്യങ്ങൾ സംഭവിക്കുന്നത്. ഇതാണ് വിമർശന വിധേയമാവുന്നത്. സർക്കാർ തലത്തിലെ ഡോക്ടർമാരെ സംരക്ഷിക്കാനാണ് ആരോഗ്യമന്ത്രി ഇത്തരം ഒരു നിലപാട് സ്വീകരിക്കുന്നതെന്ന് പറയുന്നുണ്ട്. ഏതായാലും ഇത്തരം വിഷയങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് അവർക്കെതിരെയുള്ള വിമർശനങ്ങൾ ഉണ്ടായിട്ടുള്ളത്. പിന്നെ കഴിഞ്ഞ ദിവസം നടന്ന സംഭവങ്ങൾ അത് പരിശോധിക്കുമ്പോൾ അതിൽ എന്തെങ്കിലും കാര്യമുണ്ടതായിട്ട് തോന്നുന്നില്ല. അവരുടെ കഴുത്തുളുക്കിയെന്നോ ഇവിടെ കൈയിന് പരിക്കേറ്റുന്നോ എന്ന് ഇങ്ങനെയൊക്കെയാണ് ഇടത് ഹാൻഡിലുകൾ പ്രചരിപ്പിക്കുന്നത്. പിന്നീട് തെരുവ് പ്രക്ഷോഭത്തിലേക്ക് കടന്നു. ഒരു ഭാഗത്ത് LDF വെൽ പ്ലാൻഡായി അവരുടെ സംഘടനാ സംവിധാനം ഉപയോഗപ്പെടുത്തി കേരളത്തിലെ എല്ലായിടത്തും എല്ലാ പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും പ്രതിഷേധങ്ങൾ തുടങ്ങി. മറുഭാഗത്ത് UDF അവരുടെ ഓഫീസുകൾ സംരക്ഷിക്കാനെന്ന പേരിൽ പരസ്പരം ഇത്തരം പ്രശ്നങ്ങളുണ്ടായി. പ്രത്യേകിച്ചും LDF ഈ അവസരം ഉപയോഗിച്ചുകൊണ്ട് പരമാവധി കോൺഗ്രസിനെ അറ്റാക്ക് ചെയ്യുക എന്നുള്ള ഒരു നയത്തിലേക്കാണ് ആദ്യം തന്നെ പോയത്. മുഖ്യമന്ത്രിയൊക്കെ നേരിട്ട് ഇടപെട്ടു, സ്പീക്കർ ഇടപെട്ടു, മിനിസ്റ്റർക്ക് പരിക്കേറ്റെന്ന് പറയുന്നു, സമരക്കാരാണ് ഇത് ചെയ്തതെന്ന് പറയുന്നു. ഏതായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പരിശോധിക്കുന്ന